എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ വയനാട് തന്നെയാണുള്ളത്. ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് ചൂരൽമലയിലേക്ക് പോകണം കേട്ടോ. റൈഡ് ചെയ്തിട്ട് ഒരു 25 കിലോമീറ്റർ ഉണ്ട്. എന്താണ് ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1.5 മാസത്തിന് ശേഷം ലാൻഡ് സ്ലൈഡ് നടന്ന ചൂരൽമലയിലത്തെ വിശേഷങ്ങൾ എന്നാണ് ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കയറ്റം ചേട്ടാ ചൂരൽമലയിലേക്ക് ചൂരൽമല റോഡ് നേരെ പോയാൽ മതി അല്ലേ? നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മേപ്പാടിയാണ് കേട്ടോ. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമുക്ക് ചൂരൽമല ആ ഒരു ലൊക്കേഷനിലേക്ക് പോകണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ വഴിയാന്ന് തോന്നുന്നുണ്ട്. ബാറ്ററി വണ്ടിയിലല്ലോ. കയറ്റം കയറി കഴിഞ്ഞു. ചേട്ടാ ഇതാണോ ചൂരൽമല? ഈ റൂട്ട് നേരെ ഏതാ? ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ സൈഡിൽ നിൽക്കട്ടെ, ഹെൽമെറ്റ് ഒന്ന് വയ്ക്കണം കേട്ടോ. ക്ലൈംബ് ആയ കാരണമാണ് ഹെൽമെറ്റ് വയ്ക്കാണ്ടിരുന്നത് കേട്ടോ. ഹെൽമെറ്റ് വയ്ക്കാണ്ട് ആരും റൈഡ് ചെയ്യായിരിക്കും. ഒന്ന് ശ്വാസം കെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെച്ചതാണ്. ഹെൽമെറ്റ് ഊരിയതാണ് കേട്ടോ. സെറ്റ്. മേപ്പാടിന്ന് തിരിഞ്ഞ് നമ്മളൊരു പോക്കറ്റല്ല, ഒരു വൈ പോലത്തെ ഷേപ്പിലുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് റൈറ്റ് എടുത്തു മേപ്പാടിന്ന്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചൂരൽമല. ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ചൂരൽമലയിലേക്ക്. ചൂരൽമല മുണ്ടക്കൈ, ചൂരൽമല കഴിഞ്ഞിട്ടാണെന്നുണ്ട് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഒരു 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ ചെറിയ ചെറിയ ക്ലൈംബ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. മഴച്ചാറ്റിലുണ്ട്, മേഘങ്ങളുണ്ട്, മഴക്കാരുണ്ട്. ഈ ഇതിൻ്റെ പ്രദേശത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചൂരൽമലയിലേക്ക്. ബൈക്കും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചായ കുടിക്കാം. ഓപ്പൺ ആയിട്ടില്ല, 7 മണി 8 മണി കൂടെ ആയിട്ടുള്ളൂ. ചേട്ടാ ഒരു ഗ്ലാസ് കാപ്പി തരും? മധുരം കാപ്പി, മധുരം കുറച്ച്. വീട്ടിൽ ശരിയാണല്ലോ അല്ലേ? അമ്മ ഒരു കാപ്പി, അപ്പൊ ഒരു കാപ്പി. അതെ 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 അതെ. വീട്ടിൽ പോയി ചോദിക്കണം. അപ്പോൾ അത് ശരിയാണല്ലോ. ഞാൻ അങ്ങനെ ചോദിച്ച ഒരു കടയിൽ കയറിയിട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാപ്പി പിടിക്കാൻ കയറിയാണ്. ഏകദേശം ഇപ്പോൾ നമ്മളൊരു 25 കിലോമീറ്റർ റൈഡ് ചെയ്ത്, 25 മൊത്തം 25 കിലോമീറ്റർ ആണുള്ളത്. അതിൻ്റെ പകുതി ഇപ്പോൾ റൈഡ് കഴിഞ്ഞു കേട്ടോ. സ്മൂത്തായിരുന്നു, വൈബായിരുന്നു, പോസിറ്റിവിറ്റി ആയിട്ട് അത് തള്ളി കയറ്റി കിട്ടണമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ സ്റ്റോറി ഇട്ടുണ്ട്. കിടിലം പാട്ടും. ഞാൻ പാട്ട് ചെറിയ സൗണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ റോട്ടിലും തിരക്കും കുറവാണ്. കിട്ടി. പൊളി. ഇവിടുത്തെ തേയിലാന്ന് തോന്നുന്നു കേട്ടോ. വരുമ്പോ നോക്കാം. കഴിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറില്ലേ? ചേട്ടാ കുറച്ച് കൂട്ടാൻ തരുമോന്ന് ചോദിച്ചു. നമുക്ക് ഇഷ്ടമായി. അങ്ങനെ വേണ്ടതേ. നമ്മളെ കമ്പനി കൂടുന്ന ആൾക്കാരെ രസല്ലേ? അതെ. ഇവിടെ അടുത്തല്ല ചൂരൽമല? ചൂരൽമല 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. അവിടത്തെ ഇത് കഴിഞ്ഞിട്ട് എല്ലാം റെഡി ചെയ്ത് തുടങ്ങിയ സാധാരണ പോലെ ആയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ? ആളുകളൊക്കെ താമസം വേറെ ആക്കിക്കണേ. നമ്മള് ആ വിഷമഘട്ടത്തിൽ അങ്ങനെ നീന്തി പോവാണ് ഇപ്പൊ. ചേട്ടൻ ഇവിടെ എത്ര നാളായി? ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു? നമ്മള് 10 വർഷമായില്ലേ ഇവിടെ. ഈ കട 10 വർഷമായിട്ടുണ്ടല്ലോ. 10 വർഷമായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു ബഹളമായിരുന്നുണ്ടാവില്ല ഇവിടെ? ബഹളം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല. അങ്ങനത്തെ സിറ്റുവേഷൻ.
ഇപ്പഴും നടക്കുക ആൾക്കാര് മറ്റേ പോലീസ് വണ്ടിയും ഫയർഫോഴ്സിന്റെ ഒക്കെ പോകണ്ടല്ലോ അങ്ങോട്ട് ഇപ്പഴും തിരയുന്നുണ്ട്. ഇപ്പൊ എത്ര നാളായത് കഴിഞ്ഞിട്ട്? 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു. 31 ദിവസം. 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു അല്ലേ? 1 മാസം കഴിഞ്ഞിട്ട് തെരച്ചിലുണ്ടല്ലോ ഇപ്പോഴും. അതാണ് ഇപ്പോഴും പോയോണ്ടിരിക്കണത്. ജനങ്ങളെ ഒരു മനസ്സ് തൃപ്തി വരുത്താൻ വേണ്ടിട്ട് തൃപ്തിക്കുറവ് വരണ്ട. സൈക്കിൾ എന്റെ പൊന്നെ സൈക്കിൾ പൊക്കിയെടുത്ത് പോണത് ഞാൻ തന്നെയാ. കാണാറുണ്ടാ? താങ്ക്സ്. ഏതാ? നാസിം. ഒരു ഹായ് പറഞ്ഞ. ഹലോ. നമ്മൾ ചൂരൽമല ഈ ഭാഗത്ത് വന്നപ്പോ വീണ്ടും ഒരു സബ്സ്ക്രൈബർ. ഇവിടെ ഇടിഞ്ഞിട്ടുണ്ടോ? റോഡ് പണി നടക്കാന്നുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോച്ചയുടെ 1000 acres എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ആള് ഉപ്പാപ്പ അല്ലെങ്കിൽ അപ്പാപ്പൻ, ഞങ്ങൾ അപ്പാപ്പൻ എന്നാണ് പറയുക. ആള് കുഞ്ഞെന്ന് വിളിക്കാനായിട്ട് അവൻ്റെ അമ്മ പോലും പിടിച്ചിട്ടില്ല കേസ് ഇതുപോലെ. അപ്പോൾ ഞാൻ ചായക്ക് ഉള്ള കാശ് ആൾ വേണ്ടാന്ന് പറഞ്ഞ്, ചേഞ്ചില്ല എൻ്റെ കയ്യിൽ 50-ൻ്റെയാണ്. ഞാൻ പറഞ്ഞു 50 വെച്ചോ, ഞാൻ വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് പറ്റുകയാണെങ്കിൽ പോകുമ്പോൾ അവിടെ തന്നെ കയറാം, കുഴപ്പമില്ല. അപ്പോൾ മെൻ അറ്റ് വർക്ക്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ലൈക്ക് വീഡിയോ ഓഫ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞോണം ഇതുകൾ വരുന്നുണ്ടല്ലോ. ഫയർഫോക്സ് അല്ല, ഫയർഫോക്സ് സൈക്കിളിൻ്റെ ബ്രാൻഡാണ് കേസ്. ഫയർഫോഴ്സ് റെസ്ക്യൂ അവരുടെ വെഹിക്കിളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആക്ച്വലി ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പോഴും ആൾക്കാരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. 31 ദിവസം കഴിഞ്ഞു, 1 മാസം കൃത്യം കഴിഞ്ഞിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അവരാകുമ്പോൾ കൃത്യം അറിയാമല്ലോ എത്ര കഴിഞ്ഞിട്ടുണ്ടെന്ന്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും അനുഭവിച്ചറിഞ്ഞവരല്ലേ. 31 ദിവസം 1 മാസം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇപ്പം എന്നോട്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടും തെരച്ചിൽ തുടരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ന്യൂസിൽ കാര്യങ്ങളൊന്നും അറിയാം. ലൈക്ക് ന്യൂസ് വയ്ക്കുമ്പോൾ ഇപ്പം മറ്റേ ബാക്കിയുള്ള ഇത് ആൾക്കാർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന, എനിക്കവിടെ വിട്ട് പറയാനും പറ്റുന്നില്ല, ഇതാണുള്ളത് കേട്ടോ ന്യൂസ് ചാനലുകളിലുള്ളത്. അപ്പോൾ എന്നാലും ഒറ്റയ്ക്കും തറ്റയ്ക്കൊക്കെ ന്യൂസിലും കാട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ 1 മാസത്തെ കാലയളവിൽ ദുരിതാശ്വാസത്തിന് ക്യാമ്പുകൾ ലൈക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നവരെ ആൾക്കാർ ന്യൂസ് ചാനലവിടെ ക്യാമ്പ് ചെയ്യുന്ന ഏതൊരു ന്യൂസ് കേട്ടു, അതൊഴിച്ച് വേറെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും 1 മാസമായിട്ടും ഇപ്പോഴും തിരഞ്ഞു നടക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ മാസമാണ് കേട്ടോ. സെപ്റ്റംബർ 7-ാം തീയതിയോ 8-ാം തീയതി ആയിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത്. നമ്മൾ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്നത്ര പാടൊന്നുമില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഈ വഴിയിൽ 900 കണ്ടി, മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ്, ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ബോച്ചയുടെ ഹയസ്റ്റ് സ്പോട്ടിൽ നിൽക്കുന്ന സ്വിങ്, ഊഞ്ഞാൽ, പിന്നെ സൂചിപ്പാറയിൽ ഒരു ദിവസം 1200 പേരെ അലൗ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ വന്യമൃഗങ്ങൾ പാസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ല, ആൾക്കാരുകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോലും വരലുമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ചൂരൽമല പോണ ഈ ഒരു റൂട്ടിൽ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് വരണത് കേട്ടോ. ശ്രീ അയ്യപ്പ ടെമ്പിൾ, ചെറിയ അമ്പലം ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ സിപ്പ് ലൈൻ, സൈക്കിൾ ട്രാക്ക്, സ്കൈ ആകാശത്തിലൂടെ സിപ്പ് ലൈനിൽ കൂടെ ഉള്ള ഇതിലേ അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. സൂചിപ്പാറ വാട്ടർഫോൾ 4.5 kilometers. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരണതായിരിക്കും കേട്ടോ ഇത് മിക്കതും. നല്ല തെളിനീര് വെള്ളം, നല്ല ഭംഗിയുണ്ട്. ഇത് ഇപ്പുറത്തും ആ ഒരു കാനന ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇത് കണ്ടപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തതാണ് കേട്ടോ. അടിപൊളി. ഇതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും കടകളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. വെൽക്കം ടു സൂചിപ്പാറ. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇപ്പോൾ നിലവിൽ പടച്ചു കിടക്കുകയാണ്. ഇത് ദിവസം ഫുള്ള് അടഞ്ഞു കിടക്കുകയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്നൊരു ഹോളിഡേയും കൂടിയാണ്.
അപ്പോൾ മനസ്സിലായില്ല, പറഞ്ഞു എടുക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈക്ക് ഒരു റിപ്പോർട്ട് കിട്ടാണ്ട് ഈ സാധനം ഒന്നും ഇവിടുത്തെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നൊരു റിപ്പോർട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അതൊന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് തടഞ്ഞു എടുക്കാൻ അറിയില്ല. എനിക്ക് കടകൾക്കൊന്നും കുഴപ്പമില്ല എന്നുകൊണ്ട്, ആൾക്കാർ വന്നാലാണ് ഇവിടെ ആ കടകൾ ഓപ്പൺ ചെയ്തിട്ടും കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അറിയില്ല. ഇത് കഴിഞ്ഞ പിന്നെ തുറന്നിട്ടില്ല അവിടെ ആ കടകളും. സൂചിപ്പാറ വാട്ടർഫോൾസും തുറന്നിട്ടില്ല. ഇല്ല, ഇന്ന് വരെ തുറന്നിട്ടില്ല. അട്ടമലയിൽ ഗ്ലാസ് ബ്രിഡ്ജോ അവിടെയും തുറന്നിട്ടില്ല. ആ ഓക്കെ താങ്ക്സ്. അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാ, താങ്ക്സ്. ഓക്കെ ഗൈസ്, നമ്മൾ പറയണത് തെറ്റാവാൻ പാടില്ല. ഇവിടുത്തെ ഒരു നിവാസിയാണ്. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ മഴയുടെ ഒരു കഴിഞ്ഞ പിന്നെ സൂചിപ്പാറ ഓപ്പൺ ആയിട്ടില്ല. ഇതിപ്പോൾ നേരത്തെ കണ്ട കടകളില്ലേ, കടകളും ഓപ്പൺ ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാ, ആ റിപ്പോർട്ട് വരണ വരെ ഈ മേഖല ഫുള്ള് ക്ലോസ്ഡ് തന്നെ ആയിരിക്കണം തോന്നണം കേട്ടോ. അടിപൊളിയാണല്ലോ. നമ്മൾ അപ്പുറത്തെ വഴി കൂടെ വന്ന കേട്ടോ, ഒരു യൂ ടേൺ എടുത്തിട്ട് അപ്പുറത്തെ വഴി കൂടെ വന്ന് ഇനി നമ്മൾ ആ ഒരു മലേനെ ലക്ഷ്യമാക്കിയിട്ടാ പോണത്. വണ്ടികളൊക്കെ ഉണ്ട്. KL 04 എവിടെയാ? തൃശ്ശൂർ 08 04 എവിടെ ഗൈസ്? അയ്യോ കമൻറ്റ്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഞാൻ കൽപ്പറ്റ. ആ കൽപ്പറ്റ അവിടെ കഴിഞ്ഞോട്ട് ഇവിടുത്തെ ഒരു ചായക്കട ഉണ്ടോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? എങ്ങോട്ടാ പോകാൻ പാടില്ല. അത് അങ്ങോട്ട് പോണില്ല, കയറ്റി വിടില്ല. ആ ദുരന്തം നടന്ന അങ്ങോട്ടേക്ക് പറ്റില്ല, പോണില്ല. ഇപ്പം നേരെ മേപ്പാടി ബസ് പോണോടത്തേക്കോ അങ്ങോട്ടേക്കൊന്നും കടത്തി വിടുന്നില്ല. എൻ്റെ പൊന്നെ, ഒന്നുമില്ല. എന്നാലും ചെറിയൊരു പേടി. അല്ലല്ല, പരിചയക്കാരല്ല. എന്തായാലും ഞാനേ ORS കലക്കട്ടെ. അത്യാവശ്യത്തിന് 25 കിലോമീറ്റർ സൈക്കിൾ ഓട്ടിട്ടാ. 25 കിലോമീറ്റർ ഹൈഡ്രേഷൻ പാക്ക് ഉണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വെള്ളം ഇതും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഇത് കലക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാട്ടോ. തൃശ്ശൂരിൽ നിന്ന് സൈക്കിളല്ല, ഞാൻ കൽപ്പറ്റ വന്നു. എന്നിട്ട് നമ്മളിങ്ങനെ റൈഡും കാര്യങ്ങളൊന്നും ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വട്ടമൊക്കെ കുറേ വട്ടം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് കണ്ട് അപ്പം തന്നെ കയറാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിടില്ലേ. അവിടെ തടഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞോട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ. അവിടെ അത്ര ദൂരം ചവിട്ടിയിട്ട് ചായ കുടിക്കണ്ടേ? അവിടെ നിന്ന് രക്ഷപ്പെടാം. അവിടെ പോയിട്ട് അവിടെ ഒരു ക്യാമ്പ് ഉണ്ട്, അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അവിടെ നിന്ന് രക്ഷപ്പെട്ട അപ്പുറത്തൊരു ഇതുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെട്ട പിന്നെ ഒരു ബെയിലി പാലത്തിന്റെ അടുത്തുണ്ട്, അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ബെയിലി പാലം വേണ്ട, എനിക്ക് അവിടെ നിന്ന് കണ്ട് ബെയിലി പാലത്തിന്റെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച്, അവിടെ നിന്ന് പിന്നെ അവിടെ സർക്കിളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പോകാൻ പറ്റില്ല. ബെയിലി അല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെ സ്ഥലം കിട്ടാം? ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഭക്ഷണം കിട്ടൂല. ഈ ഭാഗങ്ങളിലെ ഭക്ഷണം ഒന്നും കിട്ടില്ല, ഇവിടെ ഹോട്ടലൊന്നും ഒന്നുമില്ല. ടൂറിസ്റ്റ് സ്ഥലങ്ങളും ഇവിടെ ഇല്ല, എല്ലാം പോയി, എല്ലാം ലോക്കാ. അല്ല, ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കണ്ടു. അപ്പൊ അവിടെയും അവിടെ മാത്രമേ ഉള്ളൂ. അത് ഓപ്പൺ ആണോ അതോ ഇവിടുത്തെ പോലെ റെസ്ട്രിക്റ്റഡ് ആണോ? അവിടെയും ഓപ്പൺ അല്ല അല്ലേ? ആ ഒരു ഇത് കഴിഞ്ഞ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ മേപ്പടി തന്നെ ദൈവമേ, മേപ്പടി തന്നെ പോണല്ലേ? ഇവിടെ ഈ ചായ ഇങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഇവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. ആണോ? പക്ഷെ നല്ലൊരു ഭക്ഷണം ദോശ വല്ലതും കഴിക്കണമെങ്കിൽ മേപ്പടി സൈക്കിളിൽ ഒന്ന് പെട്ടണം, ബുദ്ധിമുട്ടാണ്, പണിയാണ്. കാരണം ഇവിടെ എല്ലാം കിട്ടുമായിരുന്നു, എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പൊ എല്ലാം ലോക്കാ. കാരണം ആളില്ല, എല്ലാവരും പോയി. എല്ലാം ഇവിടെ കുറച്ച് വീടുകളുണ്ട്, ആ വീടുകൾ മാത്രമേ ഇവിടെ ആളുള്ളൂ, ബാക്കി എല്ലാം പുറത്താണ്. നല്ലൊരു ശതമാനം ആൾക്കാർ കംപ്ലീറ്റ് പുറത്താണ്. ദുരന്തം വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ആ ഒരു സൈഡിലേക്ക് ഇവിടെ നിന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. അവിടെയും തടയും, കാര്യം പറഞ്ഞു നോക്കി നോക്കാം, കാണാൻ പറ്റുമോ എന്നുള്ളത്, അറിയാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. അവിടെ
തടഞ്ഞു, ആദ്യത്തെ പോലീസ് സെൻ്ററിൽ തടഞ്ഞു. അവസ്ഥ ആലോചിച്ച് നോക്കണേ, ഫുള്ള് സെറ്റ്, ഒരു ഭാഗം തന്നെ ആൾക്കാരുകൾ ഫുള്ള് പോയിന്നതാണ്. എവിടെ ചേട്ടാ പോലീസ് ചെക്കിങ് ഉള്ളത്? ആ ആ അടുത്ത ചെക്ക് പോയിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെ തടഞ്ഞു. ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു സൈക്കിളോട്ടി വന്നേരെ പോലീസുകാരോട് ചോദിച്ചു നോക്ക്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. ഏതാ അവിടെ നിന്ന് വിട്ടു. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ചായ കുടിക്കുക, ഭക്ഷണം കിട്ടാൻ എന്തായാലും നോക്കിയിട്ട് ഇപ്പം തിരിച്ച് പോകുന്നു പറഞ്ഞു. വേണ്ട, ബേലിപ്പാലം വരെ ഒന്ന് പോയിട്ട് അവിടെ വരെ. അല്ല, എനിക്ക് ആ ദുരന്ത മേഖല ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ് സത്യം പറയാലോ. ആ സാറിനോട്, അവിടെ ഇരിക്കുന്ന സാറാണോ? ആ അവിടെ പോയി പാലം കിടക്കണമെന്നില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സൈക്കിളോട്ട് ജസ്റ്റ് അല്ല, പാലം കാണാൻ പറ്റില്ലേ? അതിലെന്തോ അർത്ഥം വെച്ച് പറയണോ? പാലം കാണാൻ പറ്റില്ല. ആ പാലം കാണണമെങ്കിൽ അല്ലേ? തൃശ്ശൂരേ? അതെ, അവിടെ നിന്ന് കൽപ്പറ്റേന്ന് സൈക്കിൾ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് പോന്നു. ഞാൻ ഇന്നലെ പോന്നു. ആ അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടമൊക്കെ ഈ ദുരന്തം ഉണ്ടാവണേക്കാട്ട് മുന്നേ തൃശ്ശൂർ ഇവിടെ ഭാഗങ്ങൾ കുറേ വന്നിട്ടുണ്ട് ഇങ്ങനെ സൈക്കിൾ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് റവന്യൂ ഓഫീസറുടെ അടുത്ത് ചോദിച്ചിട്ട് പാസ്. ഓക്കെ, ഇവിടെ ഒരു ലാസ്റ്റ് ചെക്കിങ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു ചായക്കട എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ തൊട്ടപ്പുറത്ത് റവന്യൂ ആ ഓഫീസിൽ പോയപ്പോൾ അവിടെ വല്ലതും കിട്ടുമോ? ഏതാ? ആ അവിടെ ക്ലോസ്ഡ് ഇതായിരിക്കും അല്ലേ? ഓക്കെ. ഇവിടെ ആ ഇവിടെ ഫുഡ് കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും ഗൈസ്. ഞാൻ ആദ്യം ആൾക്ക് പറഞ്ഞതാണ് അവിടെ നിന്ന് കഴിക്കാമെന്ന്, പക്ഷേ കാലത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ചേട്ടാ ഫുഡ് കഴിക്കാൻ വന്നാടാ. ഏതാ? ജോയൽ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഫുഡ് കഴിച്ചാ? ചേട്ടൻ കഴിക്കട്ടെ. പൂരി കഴിക്കട്ടോ. ചേട്ടാ പൂരി തരുമോ കഴിക്കാൻ? കറി എന്താ ഉണ്ടാവുക? ചെറുപയർ എടുത്തോ, 2 പൂരിയും ചെറുപയറും. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കറി ഇരിക്കുന്നുണ്ട്. ഇതല്ലല്ലോ ചെറുപയർ. ഈ കറി എടുക്കാട്ടോ തൽക്കാലം. കടലക്കറി എന്നുണ്ട്. അതെ, കുറച്ച് കടലക്കറി എടുക്കാട്ടോ. യെസ്, കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഇത് ലാസ്റ്റത്തെ ടൗൺ ഇതാണ്, ചൂരൽമല ടൗൺ വരുന്നത് അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ ഒരു ഉണ്ടായ പിന്നെ അങ്ങോട്ടേക്ക് ആരും കടത്തി വിടില്ല. ഇത് വലിയ ടൗൺ ആയിരുന്നു അല്ലേ? അത്യാവശ്യം തിരക്കുള്ള. ഇത് മതി. കടലക്കറി എടുത്തു. ഇപ്പൊ ഇവിടെ പോലീസുകാർ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാരുകളൊക്കെ മാറി താമസിച്ചു അല്ലേ? ഇപ്പൊ വല്ല ന്യൂസ് ചാനലും ഉണ്ടോ ഇവിടെ? ഇപ്പൊ വല്ലവരും ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ക്യാമ്പ് ഉണ്ടല്ല? പോലീസുകാരെന്നെ? പോലീസുകാരെന്നെ ക്യാമ്പുള്ളൂ കേട്ടോ. ന്യൂസ് ചാനലും ഇതും വേറെ ഒരാൾക്കാരും ഇല്ല. വെറുതെ എല്ലാവരും കാണാത്ത കേട്ടോ. ഞാനും വിചാരിച്ചേ ഒരു മാസമായിട്ടും ന്യൂസ് ചാനലുകളെയും ഒരു സാധനവും ന്യൂസിലും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. സംഭവം ഫുള്ള് പോലീസ് ഇതുകളാണ്. ആരും കടത്തിലൊന്നുമില്ല കേട്ടോ. ന്യൂസ് ചാനലുണ്ട്, ബെയിലിപ്പാലും ആർമിക്കാരുണ്ടാക്കിയ പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആരും കടത്തിക്കൊണ്ടില്ല. നമ്മളിപ്പോൾ ചൂരൽമല ടൗണിലാണ് ഒന്ന് കഴിക്കണത്, ഭക്ഷണം കഴിക്കണത്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇവിടേക്ക് അങ്ങോട്ടേക്ക് കടത്തി വീണില്ല. എനിക്ക് ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാനും ഒരു
മാനസികാവസ്ഥയിലല്ല കേട്ടോ, അതൊക്കെ വീടുകളുണ്ടായിരുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ടൗൺ ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ടൗൺ ഏരിയ ആണ്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ ഒരു NDRFിൻ്റെ ഉദ്യോഗസ്ഥനാട്ടോ കടത്തി വിട്ടത്. അപ്പോൾ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ, ഞാൻ പറഞ്ഞതെല്ലാം തിരുത്തി. ഈ ഭാഗങ്ങൾ ഫുള്ള് ക്ലോസ്ഡ് ആണ്, ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. ഞാൻ സൈക്കിളിൽ വന്ന കാരണം അവർ കടത്തി വിട്ടതാണ്. കാറിലോ ഇതിലൊക്കെ ആണെങ്കിൽ റിട്ടേൺ അടിപ്പിക്കും കേട്ടോ. ന്യൂസ് ചാനലുകളും ഒന്നും അനുവദിക്കുന്നില്ല. ഇവിടെ ആൾക്കാരെ തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും മൊത്തത്തിൽ ഇതുവരെ ആൾക്കാരോട് സംസാരിച്ചതിൽ നോട്ട് വെൽക്കം ഹിയർ. കാരണം ഇപ്പോഴും ലാൻഡ് സ്ലൈഡ് ഭീഷണി ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കാല് കുത്തി നിൽക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ആൾക്കാരുടെ പേടി കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാം, പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല കേട്ടോ. പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെറുതെ എന്തിനാ ആൾക്കാർ വെറുതെ ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരാൾക്ക് തോന്നും കേട്ടോ. ഞാനിപ്പോൾ ചിലവരൊന്നും ഞാൻ വീഡിയോ തന്നെ എടുത്തുന്നില്ല, അങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് ഒരു എല്ലാം പയ്യെ റിക്കവറായി തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് റൈഡ് ചെയ്ത് വന്നത്. പക്ഷേ ഇപ്പോഴും അവർ ആ ഒരു ഭീതിയിൽ തന്നെയാണ്. സോ എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല കേട്ടോ. കുറേ ഒന്നും ഞാൻ തിരിച്ചു പോവാ. ഇതുപോലെ ബസ്സിലും ഇതിലൊക്കെയാണെങ്കിൽ പോവാം കേട്ടോ. ഞാനൊരു അവിടുത്തെ ഒരു നിവാസിയോട് സംസാരിച്ചപ്പോൾ ആൾക്കാർ ചൂരൽമല അന്വേഷിച്ച് വരുന്നുണ്ട്, ഒരുപാട് നന്ദി. പക്ഷേ ഒരു അപകടം, ഇത്രയും വലിയ ജനങ്ങൾ പോയിട്ടുള്ള സ്ഥലമാണെന്ന് കരുതിയിട്ടുള്ള പെരുമാറ്റമല്ല കേട്ടോ. അവരൊരു ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് വരുന്ന പോലെയാണ് ഓരോരുത്തരും വരണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മാനിക്കണം കേട്ടോ ഓരോരുത്തർ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയത് കേട്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് മുഖം കറുപ്പിച്ചിട്ട് വരുന്നവരോടൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഏത് മനസ്സിലായില്ലേ, ഇതാണ് ഫസ്റ്റത്തെ ഇത് തന്നെ. അപ്പോൾ എന്തായാലും അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. ശരിക്കും അടിപൊളി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോസിറ്റീവ് വൈബിൽ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഇത് തന്നില്ല. നമ്മളൊരു മരിച്ച വീട്ടിലേക്ക് എങ്ങനെയാണ് പോവുക, ആ ഒരു ഇതാണ്. ആർക്കും ഒരു സന്തോഷമില്ല, ഒരു ഇതില്ല. അങ്ങനത്തെ ഒരു ഇപ്പോഴും ആ ഒരു ഇതിലാണ് ഇപ്പോഴും ഓരോരുത്തരെയും അന്വേഷിച്ചുകൊണ്ടിരിക്കാനുണ്ട് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സൈഡിലായപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇതാണ് ഇവിടുത്തെ കാര്യം അവിടുത്തെ കാര്യം എന്നൊന്നും പറയാൻ നിന്നില്ല. പിന്നെ ഫുള്ള് പോലീസുകാരും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. കാരണം വീണ്ടും അവിടെ ഉരുൾപൊട്ടാൻ അങ്ങനെയൊക്കെ കുറേ സാധ്യതകളും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും കുറേ നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലേക്ക് എല്ലാം പയ്യെ റിക്കവർ ആയിട്ടുണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ പോയതാണ് കേട്ടോ. ആരും അങ്ങനെ തെറ്റിദ്ധരിച്ച് പോകണ്ട. പയ്യെ ഇപ്പോഴും 30 ദിവസം കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും റിക്കവറായി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടേ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാൻ തിരുത്തിക്കോ, അങ്ങോട്ടേക്ക് പോകണ്ട. അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോഴും. ബസ്സിൽ പോണവർ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അവിടുത്തെ നാട്ടുകാർക്കൊന്നും അങ്ങനെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ പുറമേ നിന്നൊക്കെ വന്ന് കാണാൻ വരുമ്പോഴേ പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേതായ പാലിക്കേണ്ട കുറച്ച് മാന്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൂടി പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും കേട്ടോ. അവിടെ ഓരോരുത്തർ ജസ്റ്റ് ടൂറിസ്റ്റ് ഏരിയ പോലെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കൽ അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കും അങ്ങനെ ഒന്നും ഡൈജസ്റ്റ് ആവില്ല. കാരണം ഓരോരുത്തരും ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ ഓരോരുത്തരെ മിസ്സാകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങും ആ ഒരു ഇമോഷനൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ബൈക്കും കാര്യങ്ങളും അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൈക്കിൾ കാര്യങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലൻ റൂമായിരുന്നു കേട്ടോ, അടിപൊളി റൂമായിരുന്നു. ഇന്ന് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. ഒരു ബൈക്ക് പാക്കിംഗ് ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ടത്, അവിടെ ഇപ്പോഴും ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. കാരണം
ഒരു രക്ഷയില്ല. ആ ഭാഗത്തൊക്കെ നിന്ന് ചെയ്യാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തതൊരു വലിയൊരു ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് ആയിരിക്കും കേട്ടോ. ഒരു 470 കിലോമീറ്ററൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് ആയിരിക്കും. സ്റ്റേ ട്യൂൺഡ്. എല്ലാ ദിവസവും 6 മണിക്ക് വീഡിയോ വരും കേട്ടോ, തിങ്കൾ മുതൽ വെള്ളി വരെ. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കിടിലൻ വ്ളോഗായിട്ട് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.